കൊച്ചി കോർപ്പറേഷനിൽ UDF സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടുണ്ട്. LDFിൽ സീറ്റ് വിഭജന ചർച്ച അന്തിമഘട്ടത്തിലാണെന്നാണ് നേതാക്കൾ പറയുന്നത്. 2020 5 ഡിവിഷൻ നേടിയ BJPയും ഇക്കുറി പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ വിമതരെ ഒപ്പം കൂട്ടി LDF പിടിച്ചെടുത്ത ഭരണം തിരിച്ചു പിടിക്കുക എന്നത് UDFിന്റെ അഭിമാന പ്രശ്നമാണ്. ആകെയുള്ള 76 ഡിവിഷനുകളിൽ 64 കോൺഗ്രസ് മത്സരിക്കും. മുസ്ലിം ലീഗ് 7 കേരള കോൺഗ്രസ് 3 മത്സരിക്കുന്നത്. RSP CMP കക്ഷികൾക്ക് ഓരോ ഡിവിഷനുകളും നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി തർക്കങ്ങളും വിമതശല്യവുമാണ് UDFിന്റെ ഭരണം നഷ്ടപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ കരുതലോടെയാണ് നീക്കം. താഴെ തലങ്ങളിൽ നിന്ന് പ്രവർത്തകർ കൂടിയാലോചിച്ച് കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിമാർ വിജയസാധ്യതയുള്ള ആളുകളാണ്. അപ്പോൾ ആ വിജയസാധ്യത മുൻനിർത്തി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ടേം പൂർത്തിയാക്കാനായതിന്റെ ആത്മവിശ്വാസം LDFിനുണ്ട്. ബ്രഹ്മപുരം പ്ലാന്റ്, പുതിയ കോർപ്പറേഷൻ മന്ദിരം, പുതുക്കി പണിത മാർക്കറ്റ്, തുരുത്തി ഫ്ളാറ്റ് തുടങ്ങി വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് ഇത്തവണ LDF വോട്ട് തേടുക. കോർപ്പറേഷനിൽ നല്ല പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അഴിമതിയുടെ കൂമ്പാരമായിരുന്നു നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്. ഈ 5 വർഷക്കാലത്ത് അത്തരം ഒരു ഗൗരവപ്പെട്ട ആക്ഷേപം ഈ കോർപ്പറേഷന് നേരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ജനങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നാണ് NDA ക്യാമ്പിന്റെ അവകാശവാദം. കോർപ്പറേഷനിലും അംഗം കുറിക്കുന്ന 2020യും V4 കൊച്ചി എന്ന ന്യൂജൻ കൂട്ടായ്മയും ആരുടെ വോട്ട് ബാങ്കിലേക്കാകും ഇടിച്ചു കയറുക എന്നതും നിർണായകമാണ്. കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ ഒരു മുഴം മുന്നേ UDF കരുനീക്കം തുടങ്ങിയപ്പോൾ കൈപ്പിടിയിലൊതുങ്ങിയ ഭരണം നിലനിർത്താനുള്ള ശ്രമമാണ് LDFിൻ്റേത്. സീറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള NDA നീക്കവും സജീവമാണ്. കൊച്ചിയിൽ നിന്ന് PL മനോജിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.